നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്ന് ഒരു യാത്രയിലാണ്. അപ്പൊ ഇത് കോതകുറിശി, ഒറ്റപ്പാലം കോതകുറിശിക്കുള്ള യാത്രയിലാണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടപ്പോ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അത്രയും മനോഹരമായ അക്കുഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോണ വഴികളൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഈ പോണ വഴിയിലുള്ള കുറെ സംഭവങ്ങളുണ്ട്, മലകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറെ സംഭവങ്ങളുണ്ട്. അക്കുഡേറ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നുള്ള ഒരു വഴിയാണ് കേട്ടോ അത്. അപ്പൊ എന്തായാലും ഇത് മുഴുവൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത്രയും പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണത്. അപ്പൊ ഞാൻ ആ സ്ഥലങ്ങൾ മുഴുവൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേട്ടോ അക്കുഡേറ്റ് പാലം തൃക്കടീരിയില്. അതായത് മണ്ണാർക്കാട് ഒറ്റപ്പാലം റൂട്ടില് പൂക്കോട്ടുകാവിൽ നിന്ന് കോതകുറിശിക്ക് പോണ വഴിയിലാണ് കേട്ടോ ഈ അക്കുഡേറ്റ് പാലം. 6-ാം തമ്പുരാൻ, മോഹൻലാലിന്റെ 6-ാം തമ്പുരാനൊക്കെ ഷൂട്ട് ചെയ്ത പാലാണ്. അതിന്റെ ഒരു വ്യൂ നോക്കൂ, എന്ത് ഭംഗിയാണ് കാണാൻ. ആ കുളവും മലയൊക്കെ പാടെ കാണാൻ അനങ്ങൻമലയാണ് കാണുന്നത്. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഈ ഒരു പാലത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തിട്ട് നേരെ ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡിലേക്ക് കയറും. അവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത്. എന്തായാലും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ അനങ്ങൻമല. അതിന്റെ ചുവട്ടിലുള്ള കോതകുറിശിയും തൃക്കടീരിയൊക്കെ മനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശമാണ്. നല്ല സ്ഥലങ്ങൾ. ഞാൻ ഈ പെട്രോൾ പമ്പ് ഉണ്ട്, നമ്മൾ കോതകുറിശി സെന്ററിന്റെ മുന്നിൽ, അവിടെ എത്തുന്നതിന് മുന്നേ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിന്റെ അവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അത്. മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ പറയാം കോതകുറിശി. ഈ അനങ്ങൻമല അവരുടെ ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം 1500 മീറ്റർ നീളത്തിലാണ് ഇത് കിടക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് കൂടെ ഇവിടെ പാടങ്ങളും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളൊക്കെ നിറഞ്ഞൊരു ഗ്രാമപ്രദേശം. അവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ഗോപുവിനെ കണ്ടു, കൂട്ടുകാരൻ. അപ്പൊ അവൻ്റെ കൂടെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ നിന്നു. അവിടെ അതായത് ചേറുമ്പറ്റക്കാവിലേക്ക്, കോതകുറിശിയിൽ നിന്ന് ചേറുമ്പറ്റക്കാവിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വ്യൂ. അവിടെ അമ്പലങ്ങളും കാര്യങ്ങളും, കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ, ഇതൊക്കെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നിങ്ങൾ എന്തെങ്കിലും ഈ ഒറ്റപ്പാലത്തിൽ കൂടെ വരുമ്പോൾ ഇതൊക്കെ ആസ്വദിക്കണം കേട്ടോ. നമുക്ക് ഈ കോതകുറിശിയിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് പ്ലാക്കാട്ടുകുളം എന്ന് പറയും. ഈ കുളത്തിൽ ഒരുപാട് ദൂരപ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ആർത്തുല്ലസിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് നീന്തൽ അറിയാത്ത കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനായിട്ട് തന്നെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഞാനും കുട്ടൂസും പൊന്നൂസും അതുപോലെ കുഞ്ഞനും മണിയയ്യമ്പോഴുടെ മകനും ഒക്കെയാണ് അവിടേക്ക് പോയിട്ടുള്ളത്. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ ഇത് യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ കോതകുറിശി. എപ്പോഴെങ്കിലും ഒറ്റപ്പാലത്തൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണുക. ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.